നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജുവാരുടെയും ദിലീപിന്റെയും. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത്. ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു. ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു. മകളെ അച്ഛനൊപ്പം അയച്ചത് മകളും അച്ഛനും തമ്മിലുള്ള ബന്ധം നന്നായി അറിയാവുന്നത് കൊണ്ടാണെന്നാണ് മഞ്ജു വാര്യർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. മീനാക്ഷി അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനാണെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിരുന്നു. ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷം മഞ്ജുവിനെയോ മീനാക്ഷിയെയോ ഒരിക്കൽ പോലും ഒരുമിച്ച് പൊതുവേദിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരിടത്തും ഇരുവരും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല. മകൾ അമ്മയുടെ ഒപ്പം കാണണമെന്നതാണ് വലിയ മോഹമെന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത്. അതേസമയം മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട്. അതിലൊരാൾ തന്നെ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ്. ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ബിരുദം നേടിയത്. ഈ ഫംഗ്ഷനിൽ നിന്നും മഞ്ജു വിട്ടുനിന്നിരുന്നു. മീനാക്ഷി ദിലീപ് അമ്മ മഞ്ജുവിനൊപ്പം നിൽക്കുന്ന കാഴ്ചയ്ക്കായി ആരാധകർ കാത്തിരിക്കുകയാണ്. മാളവികയുടെയും കാളിദാസിന്റെയും ഭാഗ്യ സുരേഷിന്റെയും ഒക്കെ വിവാഹം കൂടാൻ വേണ്ടി മീനാക്ഷി അച്ഛനൊപ്പം എത്തുമ്പോൾ ആ വേദിയിൽ മഞ്ജുവും ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ അപ്പോഴും മഞ്ജു എത്തിയിട്ടില്ല. ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും ജീവിതവുമായി അടുത്ത ബന്ധമാണ് മഞ്ജുവിനും ദിലീപിനും. എന്നാൽ ഇവരുടെ വീട്ടിലെ ഫംഗ്ഷന് മഞ്ജു മാത്രം എത്തിയില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇവർ 3 പേരും ഒരുമിച്ച് പങ്കെടുത്ത ഒരു വിവാഹം ആയിരുന്നു നടൻ പൃഥ്വിരാജിന്റെ വിവാഹം. വിവാഹ സൽക്കാരത്തിനാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം മീനാക്ഷി ദിലീപ് പങ്കെടുത്തത്. കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത്. ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത്. പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ 3 പേരും എത്തിയത് വിരളമായ കാഴ്ചയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പൃഥ്വിയുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഇവരുടെ ചിത്രവും ആരാധകർ ഏറ്റെടുത്തത്. MBBS പൂർത്തിയാക്കി മീനാക്ഷി ഉപരിപഠനത്തിനായി ചേർന്നത് എവിടെയെന്ന് വ്യക്തമല്ല. എന്നാൽ സിനിമയിലേക്ക് താരം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. മീനാക്ഷി ദിലീപ് കൂടി സിനിമയിലേക്ക് എത്തിയാൽ മുൻനിര യുവ നടിമാരിൽ ശ്രദ്ധേയായി തന്നെ മീനാക്ഷി മാറും. കാവ്യമാധവന്റെ ലക്ഷ്യയ്ക്ക് വേണ്ടി മീനാക്ഷി മോഡലായി എത്തിയിരുന്നു. അതേസമയം അടുത്തിടെ ഒരു പൊതുവേദിയിൽ എത്തിയ കാവ്യയ്ക്കും ദിലീപിനും ഒപ്പവും മീനാക്ഷി ഉണ്ടായിരുന്നില്ല. ഇതോടെ ഇവരെന്താ ഇപ്പോൾ ഒരുമിച്ച് എത്താത്തത് എന്ന ചോദ്യവുമായി ചിലർ എത്തുകയും ചെയ്തു. മാത്രമല്ല ലക്ഷ്യയുടെ മോഡൽ ഗേൾ ആയി എത്തിയ മീനാക്ഷി കാവ്യയുടെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെയും ഭാഗമായില്ല. അടുത്തിടയ്ക്ക് ഉണ്ണി മേക്കപ്പ് ആർട്ടിസ്റ്റായി എത്തിയ ജിക്സന്റെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിരുന്നു മീനാക്ഷി. വ്യത്യസ്ത ലുക്കിൽ എത്തിയ മീനാക്ഷി മോഡലിംഗ് നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ് ജിക്സൺ തന്നെ പറയുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഫോട്ടോഷൂട്ടിൽ ക്ഷമയോടെ ക്യാമറാമാൻ പറയുന്ന പോസുകൾക്ക് മീനാക്ഷി പോസ് ചെയ്യുന്നത് കാണാം. അതോടെയാണ് അധികം വൈകാതെ മീനാക്ഷി സിനിമയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ എത്തിയത്. അഭിനയമോ സിനിമയോ ആ വഴിക്ക് ഞാനില്ല എന്ന പക്ഷക്കാരിയായിരുന്നു ഒരു സമയം വരെ ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകൾ മീനാക്ഷി. എന്നാൽ ആ തീരുമാനത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് തോന്നുന്നു. മീനാക്ഷി ദിലീപ് ഇപ്പോൾ പഴയതിലും അധികം എല്ലായിടത്തും സജീവമാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ. മകൾ മോഡലിംഗിലേക്ക് ഇറങ്ങിയത് മഞ്ജുവിനും ഇഷ്ടപ്പെട്ടു. ആദ്യം ലൈക്കുമായി എത്തുന്നത് മഞ്ജുവാണ്. അമ്മ മഞ്ജുവാരുടെ മീനാക്ഷിയുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട്. അടുത്തിടെ വരെ അമ്മയെ മീനാക്ഷിയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വാർത്തയായതോടെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു. അതേസമയം ദിലീപും മഞ്ജുവാരും തമ്മിൽ വേർപിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മീനാക്ഷി എന്തുകൊണ്ട് അമ്മയ്ക്കൊപ്പം പോയില്ലെന്ന ചോദ്യം ഉയർത്തുന്നവർ ഇപ്പോഴും കുറവല്ല.